ഒക്ടോബർ 3 മുതൽ 12 വരെ ശ്രീ കൂടൽമാണിക്യം ദേവസ്വം സംഘടിപ്പിക്കുന്ന നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘാടക സമിതി വിളിച്ചു ചേർത്തു. കലാപരിപാടികൾ സമർപ്പണമായി അവതരിപ്പിക്കുന്നതിന് അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 4 വരും ദിവസങ്ങളിൽ ലഭിച്ച അപേക്ഷകൾ പരിശോധിക്കുമെന്നും പരിപാടികൾ നടത്തുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുമെന്നും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതലാണ് കൂടൽമാണിക്യം ദേവസ്വം നവരാത്രി ആഘോഷങ്ങൾ നേരിട്ട് നടത്തുവാൻ ആരംഭിച്ചത്. കുറവുകൾ പരിഹരിച്ച് പരിപാടികൾ ആകർഷകമാക്കുമെന്ന് സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്ത ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് KG അജയ്കുമാർ, ഡോക്ടർ മുരളീഹരിതം, അഡ്മിനിസ്ട്രേറ്റർ ഉഷ നന്ദിനി എന്നിവർ പറഞ്ഞു. 2024 നവദശമി ആഘോഷത്തിനോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 9 ദിവസം വൈകിട്ട് 5 മണി മുതൽ 9:30 വരെ കലാ സാംസ്കാരിക പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ പ്രോഗ്രാംസുകൾ പരസ്യം മൂലം ക്ഷണിച്ചിട്ടുണ്ട്. അത് ഇവിടെ ക്ഷേത്രം ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി 4/9/2024 തീയതിയാണ്. അതിനുശേഷം അത് സ്ക്രൂട്ടനൈസ് ചെയ്ത് 9 ദിവസത്തെ പ്രോഗ്രാമുകൾ കൃത്യമായി ചാർട്ട് ചെയ്ത് സമയബന്ധിതമായിട്ട് കലാകാരന്മാർക്ക് നമ്മുടെ കൂടൽമാണിക്യം സംഗമേശ്വര സ്വാമിയുടെ സാന്നിധ്യത്തിലും അവതരിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ വിപുലമായ രീതിയിൽ നടത്തുന്നതാണ് കൂടൽമാണിക്യം ക്ഷേത്രം മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. എത്ര നമുക്ക് അപേക്ഷ കിട്ടിയിട്ടുണ്ടോ? നമുക്ക് 35 വരെ അപേക്ഷകൾ ഇപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി ഉണ്ട്. നമ്മളൊരു 60 അപേക്ഷകൾ താഴെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. ഈ നവരാത്രി സംഗീതോത്സവം നമ്മൾ ദേവസ്വം ഏറ്റെടുത്തിട്ട് 2ാം തവണയാണ്. അപ്പോൾ ആദ്യത്തെ തവണയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനെക്കാട്ടി കൂടി ഭംഗിയായും വിപുലീകരിച്ചും നടത്തണം എന്നുള്ളതാണ് ദേവസ്വത്തിൻ്റെ താല്പര്യം.